2025 +2 റിസൾട്ട് വന്നു. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം തോന്നിയിട്ടുണ്ടാകും. 2,88,300ഓളം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സയൻസ് സ്ട്രീം പഠിച്ച കുട്ടികളാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഏകദേശം ഈ 2,88,000-ൽ 1,57,000 സ്റ്റുഡൻസും സയൻസ് സ്ട്രീം പഠിച്ച കുട്ടികളാണ് പാസ്സായിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാത്തിലും A+ വാങ്ങിച്ച കുട്ടികളാണ് 22,663 സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചാൽ മാത്രമാണ്, നമ്മുടെ നാട്ടിൽ നിന്നല്ല, ഇപ്പൊ നമ്മൾ എന്താണ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിച്ചാലാണ് നമുക്ക് നല്ലൊരു ജോലി കിട്ടുള്ളൂ, അല്ലെ? നോർമൽ ഡിഗ്രിക്ക് പോയിട്ട് വലിയ കാര്യങ്ങളില്ല. അപ്പോൾ നമ്മൾ നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കണമെങ്കിൽ കേരളത്തിൽ സയൻസ് സ്ട്രീം പഠിച്ച കുട്ടികളെല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും, നഴ്സിംഗ് ആയിരിക്കും, അല്ലെ? ഒരു വർഷത്തിൽ ഈ വർഷത്തിൽ 1,57,000 കുട്ടികൾ എന്താണ് എലിജിബിൾ ആണ്. അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവും, അല്ലെ? നമുക്ക് പാല ബ്രില്യൻസിലും അതുപോലെ തന്നെ റേസിലും അതുപോലെ തന്നെ സൈലത്തിലൊക്കെ ആയിട്ട് ഏകദേശം 1,00,000-ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റും റിപ്പീറ്റും ആയിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 2,00,000-ൽ കൂടുതൽ കുട്ടികൾ എലിജിബിൾ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം കേരളത്തിൽ കഴിഞ്ഞ വർഷം നഴ്സിംഗിന് കിട്ടിയിരിക്കുന്ന ടോട്ടൽ സീറ്റുകൾ 12,000-ഓളമാണ്. അതേപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസിലെ കോഴ്സുകൾ എന്ന് പറയുന്നത് 6,100-ഓളം സീറ്റുകളാണ്. അങ്ങനെ മൊത്തം നോക്കുമ്പോൾ ഏകദേശം ഒരു 16,000 to 18,000 സീറ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നഴ്സിംഗിനും അതുപോലെ തന്നെ പാരാമെഡിക്കൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾക്കൊക്കെ കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പോഴാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ BSc അഗ്രികൾച്ചർ പോലുള്ള കോഴ്സുകളൊക്കെ നോക്കുമ്പോൾ ആകെ 180-ഓളം സീറ്റുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, കേരളത്തിൽ വരുന്നുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, നല്ലൊരു പ്രൊഫഷണൽ കോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും 1,57,000 അല്ല, ഏകദേശം 2,00,000-ഓളം കുട്ടികൾ എന്ത് ചെയ്യും, ഈ വർഷം ട്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു കോളേജിൽ നല്ലൊരു കോഴ്സ് വേഗം തന്നെ എടുക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ല ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കോഴ്സാണ് BSc ക്ലിനിക്കൽ എംബ്രിയോളജി ആൻഡ് റീപ്രൊഡക്റ്റീവ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ IVF മേഖലയിലൊക്കെ നല്ല രീതിയിൽ സാധ്യതകളുള്ളത്, ഇപ്പൊ സയൻസ് സ്ട്രീമൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു ഏരിയയാണ് ഈ ക്ലിനിക്കൽ എംബ്രിയോളജി ആൻഡ് റീപ്രൊഡക്റ്റീവ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് BSc അഗ്രികൾച്ചറിൽ പോലുള്ള കോഴ്സുകൾ, അതുപോലെ തന്നെ BNVS ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറയുന്ന കോഴ്സ്, പിന്നെ BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസിൽ വരുന്ന കാർഡിയാക് കെയർ, അനസ്തേഷ്യ, എമർജൻസി മെഡിസിൻ, അതുപോലെ തന്നെ ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ന്യൂറോ ഫിസിയോളജി, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, റീനൽ ഡയാലിസിസ്, അങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ BSW, അതുപോലെ തന്നെ നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ലോ, ഇങ്ങനെയുള്ള കോഴ്സുകൾ, BBA പോലുള്ള കോഴ്സുകൾ, BCA പോലുള്ള കോഴ്സുകൾ, ഹോട്ടൽ മാനേജ്മെന്റ്, ഇന്റർനാഷണൽ ലെവലിലൊക്കെ വളരെ റീച്ച് കിട്ടുന്ന ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെന്റ്. അപ്പൊ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അസിസ്റ്റ് ചെയ്യും. നല്ല കോളേജുകളിൽ യൂണിവേഴ്സിറ്റി അംഗീകാരമുള്ള, അതുപോലെ തന്നെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും.